ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജേർണലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ദിവസം മുമ്പേ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു പേർപ്പിൾ ജേർണലിംഗ് വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് പേർപ്പിൾ ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ പേർപ്പിൾ കളർ മാർക്കേഴ്സായിട്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് മാർക്കേഴ്സ് ഉണ്ട് ആൻഡ് ഹൈലൈറ്റേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ജേർണിംഗ് സപ്ലൈസിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ഹാൻഡ് മെയ്ഡ് വാഷി ടേപ്സ് ആൻഡ് പാറ്റേൺ പേപ്പേഴ്സ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് പേർപ്പിൾ പാറ്റേൺ പേപ്പർ, സ്റ്റിക്കി നോട്ട്സ്, പിന്നെ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ കാർട്ടിനകത്ത് ഇടാത്ത കുറച്ച് സാധനം കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് ഇതിനകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എല്ലാം കൂടെ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ജേർണലിംഗ് തുടങ്ങാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ജേർണൽ. എൻ്റെ പ്രീവിയസ് പിങ്ക് ജേർണലിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ ജേർണൽ ഇതാണ്. ആൻഡ് ലാസ്റ്റ് ടൈം നമ്മൾ ഈ പിങ്ക് വണ്ണായിരുന്നു ചെയ്തെടുത്തത്. അപ്പോൾ അടുത്ത നമുക്ക് ഈ പേജിലോട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആരെങ്കിലും എൻ്റെ പിങ്ക് ജേർണലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം മൂഡും പിന്നെ വെതറും കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ട്രാക്കർ എൻ്റെ ബുക്കിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഈ ട്രാക്കർ വേണമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇതേപോലെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൂഡും വെതറും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ജേർണലിംഗ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കാർട്ട് എടുത്തുകൊണ്ട് വരണം. കാർട്ടിനകത്തല്ല നമ്മുടെ പേർപ്പിൾ സപ്ലൈസ് അല്ല. അപ്പോൾ നമ്മുടെ കാർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി സപ്ലൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂവിന് ഞാൻ യൂസ് ചെയ്യുന്ന ഊഹു സ്റ്റിക്കാണ്. അപ്പോൾ എല്ലാം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഈ പാറ്റേൺ പേപ്പർ നമുക്ക് മിഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ മറ്റ് വീഡിയോസിലൊക്കെ ജേർണലിൻ്റെയൊക്കെ മറ്റ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവർ ഒരു ഗ്ലൂ ടേപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് ടേപ്പ് പോലെ ഒരു കറക്ഷൻ പെൻ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഒട്ടിക്കാൻ ഈസിയർ ആയിരിക്കും. പക്ഷേ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഗ്ലൂവേ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഓർ ഡബിൾ സൈഡ് ടേപ്പ് കൂടെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഊഹു സ്റ്റിക്കും കൊണ്ട് നല്ലതായിട്ട് ഒട്ടുന്നതുകൊണ്ട് ഊഹു സ്റ്റിക്ക് തന്നെ ഒട്ടിച്ചു. പിന്നെ ഇതേപോലത്തെ ഒരു പ്ലെയിൻ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പറും കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനും കിട്ടും. എന്നിട്ട് ഇത് ഞാൻ എൻ്റെ എൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിങ്ക് ജേർണലിംഗ് വീഡിയോയിൽ എല്ലാ സപ്ലൈസും ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ കുറച്ച് പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മോസ്റ്റ് ഓഫ് ദി സപ്ലൈ ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഞാൻ പ്രിൻ്റ് എടുത്തതെന്നുള്ളത്. അപ്പോൾ ഈ പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ വെച്ച് നോക്കുവാണ്. ഈ ഗ്രിഡ് വൺ ഞാൻ ഹൈലൈറ്ററും കൊണ്ട് ചെയ്തതാണ്. ആൻഡ് മറ്റേ സ്റ്റിക്കി നോട്ട് പോലത്തത് ഞാൻ സ്റ്റിക്കി നോട്ട് തന്നെ പേർപ്പിൾ കളർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും. ഇതേപോലെ ഞാൻ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഇത് ഞാൻ ഇതേപോലെ താഴെ നിന്ന് ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പേർപ്പിൾ കളർ സ്റ്റിക്കി നോട്ട് ഞാൻ ഇതേപോലെ ഗ്ലൂ പരട്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ, അത് പിങ്ക് സ്റ്റിക്കി നോട്ടിലാണ് ഞാൻ പേർപ്പിൾ കളർ ചെയ്തത്. എന്നിട്ട് ഇതൊരു മിഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ജേർണൽ ഇപ്പോൾ ഇരിക്കേണ്ടത്. എന്നിട്ട് ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡായിട്ടുള്ള സംഭവങ്ങളാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് പ്രിൻ്റ് എടുത്തതാണ്. ഇതിൽ സെലിബ്രേറ്റ് എവറിത്തിങ്, നോ റെയിൻ നോ ഫ്ലവേഴ്സ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റ് ജേർണലിംഗ് വീഡിയോസിലൊക്കെ കണ്ടറിയാം. ഇതൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറെ ബ്ലാക്ക് പെന്നും കൊണ്ട് എഴുതിയിട്ട് ഇതേപോലെ ഒട്ടിച്ചാലും മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഫ്ലവറും ഈ ലീഫും പിന്നെ ഈ കോഫിയുടെ മഗ് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പക്ഷേ ഫ്ലവറും മറ്റേ ലീഫും ഞാൻ തന്നെ വരച്ചതാണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ അടുത്തത് ആ വീഡിയോയും കൂടി ഇടാം. എന്നിട്ട് ഇതേപോലെ ഗ്ലൂ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് വെക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. എങ്ങനെയായാലും വെച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു സാധനമാണ്. നമ്മൾ ഈ കാമായിട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്. ഇപ്പം ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ യൂഷ്വലി ഇത് ഈവനിങ്ങിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ബിക്കോസ് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ടെക്സ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അത് പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ ഒക്കെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻറ്റബിൾസ് കിട്ടും. ഇത് ഞാൻ പണ്ട് ജേർണലിംഗ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ പ്രിൻ്റ് എടുത്തതാണ്.
അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ അങ്ങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സോടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പേപ്പറാണ്. അത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനത് മുകളിലൊട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഈ വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഞാൻ കോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ വൈറ്റ് പേപ്പറേ ചെയ്യാം. ഇത് ഒട്ടിക്കണമെന്ന് കമ്പൽസറി ഇല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒട്ടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ പേപ്പർ റിബൺ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ പേപ്പർ റിബൺ ഒരു വലിയൊരു റോളിലായിരുന്നു വന്നത്. അപ്പോൾ ഞാനതൊരു സ്മോളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ റിബൺ എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ റിബണാണ്. അപ്പോൾ അത് നല്ലതായിട്ട് ഒട്ടാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇതേപോലെ ഞാനൊരു ടേപ്പ് പോലെ ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു കോട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് കോട്ട്സ് എഴുതിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് വേറൊരു കമൻറ്റും വന്നായിരുന്നു, ഈ പെൻ ഏതാണെന്ന് ചോദിച്ചിട്ട്. ഈ പെൻ നമ്മുടെ ഡബിൾ സൈഡ് ഡെലിമേറ്റ് പെർമനന്റ് മാർക്കറാണ്. അപ്പോൾ ഇത് 2 സൈഡും ഉണ്ട്. ഒരു സൈഡ് വെരി തിന്നാണ്, ഇത് എഴുതുന്നതാണ് തിൻ സൈഡ്. പിന്നെ മറ്റേ സൈഡ് എന്ന് വെച്ചിട്ട് ബ്രോഡാണ്. അപ്പോൾ കളറിങ്ങിനോ വലിയ ടെക്സ്റ്റൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഗുഡ് തിങ്സ് ടേക്ക് ടൈമിന് എഴുതിയതിന് കഴിഞ്ഞിട്ട് ഞാനിവിടെ ടൈം ഒരു ക്ലോക്ക് കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഡാഷസ് ഇട്ടിട്ട് പിന്നെ ഒരു ക്ലോക്കാണ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ ജേർണലിംഗ് സപ്ലൈസ് ഒന്നും ഇല്ലാത്തവർ ജേർണലിംഗ് സപ്ലൈസ് ഇല്ലാന്ന് പറഞ്ഞിരിക്കണ്ട, നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സ്കെച്ച് പെൻസും കുറച്ച് പേപ്പറും ഒക്കെ മതി, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പിങ്കാണോ പർപ്പിളാണ് ഒരു പിങ്ക് പർപ്പിൾ മാർക്കർ കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ബോർഡർ കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ജേർണലിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് സപ്ലൈസ് ആയിട്ടൊന്നും വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് പ്രിൻ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൈറ്റിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജേർണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഹാർട്ട്സ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡാർക്ക് പാറ്റേൺ കൊണ്ട് ആ സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി വരച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പിങ്ക് ജേർണലിൻ്റെ വീഡിയോ കാണാത്തവർ അതുകൂടെ ഒന്ന് പോയി കാണുക. പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഈ ജേർണലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയും പോലത്തെ ജേർണലിങ്ങിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഏത് കളറോട് ചേരുന്ന പറയണേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി എല്ലാവരും എക്സൈറ്റഡ് ആണെന്നറിയാം. അതായത് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പിങ്ക് അസ്തറ്റിക് ജേർണലിങ്ങിനേക്കാളും ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിന്ന് ട്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ.